ഗായ്സ് ഇതെൻ്റെ പുതിയ ചാനലാണ്. ഇന്ന് ഡേറ്റ് എത്ര നോക്കട്ടെടാ. ഇന്ന് ഡേറ്റ് എന്ന് വെച്ചാൽ 2025 വെള്ളിയാഴ്ച ആഗസ്റ്റ് 15. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. എടാ ഇന്ന് ഈ ഒരു ചാനലോടൊക്കെയുള്ള ഐഡിയ കിട്ടിയെന്ന് വെച്ചാൽ ഇതിന് മുമ്പേ ഒരു ലൈവ് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു റെഡ് ഫോക്സ് ചാനലിൽ. അപ്പോൾ അതിലാണ് ജിമെയിൽ ലീക്കായിപ്പോയി എൻഡിൽ. അപ്പോൾ അതെന്തായാലും ഒന്നും ചെയ്യത്തില്ല. നമുക്ക് വല്ല OBS അല്ല പീസിലൊക്കെ ചെയ്യണം, OBS സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ബ്ലർ ചെയ്താൽ എന്തെങ്കിലും കട്ട് ചെയ്ത് നമുക്ക് അതങ്ങനെ ചിന്തിക്കാം. മൊബൈൽ വഴി ചെയ്യണതുകൊണ്ട് തന്നെ എന്തായാലും ഒരു പരിപാടിയും നടക്കില്ല. നമ്മൾ ടേണിപ്പൊക്കെ ചെയ്യണ കുഞ്ഞു സ്ട്രീമറാണ് ഇപ്പം ചെറിയ. അപ്പോൾ എന്തായാലും ഞാൻ അത് കളയാനും പറ്റില്ല. ഒരുപാട് നല്ല നല്ല മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഇടാൻ വേണ്ടി മാത്രം ഡിലീറ്റഡ് സ്ട്രീം എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യാം. ഡിലീറ്റ് സ്ട്രീം മാത്രം ഇടാൻ അല്ല, കുറച്ച് വീഡിയോയും കുറച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചാനലോട് തുടങ്ങുന്നത് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മുമ്പിരുന്ന ചാനലാണ് 60 സെക്കൻഡ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ചാനലാണ്. അതിലെന്ന് വെച്ചാൽ ഞാൻ മലയാളം എക്സ്പ്ലനേഷൻ, മൂവീസിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ടിരുന്ന ചാനലാണ്. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് പടങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്ക്വിഡ് ഗെയിം, പിന്നെ ഒരു പടം ഉണ്ടായിരുന്ന ഒരു കൊറിയൻ പടം, മറ്റേ ആ ഒരു അവൻ്റെ ഇതുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഏറ്റവും ഹിറ്റ് അടിച്ച് വെച്ചാൽ 24K. ഈ പടത്തിന് വേറെ ആരും ആ ടൈമിൽ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടില്ല. ശാന്തി മെയിൻ സർവറാനന്ദ ഇതുണ്ട്. അപ്പോൾ അതിൽ ഞാൻ രാജ്കുമാർ റാവുവിൻ്റെ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് W വ്യൂസ് കിട്ടി. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടന് ഞാനോട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൻ പോയടാ. അവന് താല്പര്യമില്ലാന്ന് വെച്ചാൽ അവൻ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇത്ര ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് അവൻ വെച്ചിട്ട് പോയി. എനിക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ സമയത്ത് പറ്റൂലായിരുന്നു, ഒന്നും അറിഞ്ഞൂടായിരുന്നു. ആ സമയത്ത് എൻ്റെ ചാനൽ വരുന്നത് വെച്ചാൽ 60 സെക്കൻഡ് മൂവി എക്സ്പ്ലെയിനർ എന്നാണ്ടാണ്. അനവല്ല സേതോതി ആ പടമൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റി ഈ ഒരു ചാനലോട്ട് ആക്കുവാണ്. ഇപ്പോൾ 257 സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിലുണ്ട്. അത് പണ്ട് ആ എക്സ്പ്ലനേഷനെ കണ്ട് ഇഷ്ടപ്പെട്ട സബ് ചെയ്തവരാണ്. അപ്പോൾ ഈ ചാനലിൽ ഇപ്പോഴത്തെ പേരെന്ന് വെച്ചാൽ റെഡ് ഫോക്സ് 3 എന്നാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല നല്ല വീഡിയോസ് ഇടും. അപ്പോൾ എല്ലാവരും കയറി കാണുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.